ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സിനോട് ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞല്ലോ, ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ സർജറി അവിടെ ഇല്ല. അതുകൊണ്ട് ഞങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ജാസി ഒരു സംഭവം തന്നെ. കോയിലിന്റെ മണിനാഥം കേട്ടല്ല നിങ്ങൾ? മണിനാഥം ഒന്നും പോയിട്ടില്ല, ആരും പേടിക്കണ്ട. കേരളക്കല ഞെട്ടലോട്ടെ കാത്തിരുന്നതായിരുന്നു ജാസിയുടെ മണിനാഥം നഷ്ടമാകുമോ. അത് അത്ര പെട്ടെന്നൊന്നും പോവില്ല. കാരണം നാട്ടുകാരെ പറ്റിച്ച് ഉഡ്ഡായിപ്പ് കാണിച്ച് ഒരു ശീലമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ ട്രാൻസ്ജെൻഡറിനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാറില്ല. ഈ LGBT കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അവരുടെ കമ്മ്യൂണിറ്റി ഉന്നയിക്കുന്ന ആവശ്യങ്ങളും അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി മുന്നോട്ട് വയ്ക്കുന്ന ഓരോ സംഭവങ്ങളും സമരങ്ങളും ഇതൊന്നും എന്നെ പോലെ ഒരു തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വെറുത്തു. മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ജീവിച്ചു പൊക്കോട്ടെ. അല്ലാണ്ട് ഇമാതിരി ഉടായ്പകളും ലൈം ലൈറ്റിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അതിപ്പോ ചീഞ്ഞതായിക്കോട്ടെ കുഴപ്പമില്ലടേ അളിയ എന്ന് പറഞ്ഞും കൊണ്ട് നാറിയ പരിപാടികൾ കാണിക്കുന്ന പെണ്ണുങ്ങളുടെ വേഷം കെട്ടി നടക്കുന്ന ആണുങ്ങളടക്കമുള്ള ഒരു ഘടകമായി മാറിയിരിക്കുകയാണ്. മറ്റേ സമരത്തിലൊക്കെ ചില അളിയന്മാരുടെയൊക്കെ വിഗുകളൊക്കെ പറന്നു പോണതാണ്. കശണ്ടി തലയും വെച്ച് അളിയന്മാര് ഓടി വരും. ആ സെറ്റപ്പിലൊക്കെ നടക്കുന്നതാണ്. കാണുമ്പോൾ ചിരിക്കടോ കരയടോ. ഈ സമയത്താണ് ഞാൻ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റിനെ സ്മരിക്കുന്നത്. അങ്ങനെയാണ് എല്ലാത്തിനെയും കരിച്ചു കളഞ്ഞു. ഇനി അവിടെ ആണും പെണ്ണും മാത്രം മതി, വേറെ ഒരു മൈത്താണ്ടികളും വേണ്ട എന്നുള്ള രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ അങ്ങനെ അടുത്തൊരു പ്രത്യേക റെസ്പെക്ട് എനിക്കുണ്ട്. സത്യം, ഇവിടെ ഈ ജാസിയെ പോലുള്ളവർക്കൊക്കെ നമ്മൾ ചെറിയൊരു തലചായ്ക്കാൻ ഇടം കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ഒട്ടകം കൊണ്ട് കൊതമ്പര കയറ്റിയ പോലത്തെ അവസ്ഥയാണ് കാണിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും പോട്ട് മനുഷ്യനല്ലേ ജീവിക്കട്ടെ പുള്ള എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ കാണിക്കുന്ന മൊത്തം ഉടായ്പ പരിപാടികളാണ്. ഇപ്പൊ ഒരു സർജറിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിനടക്കം നാറ്റ കേസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ടൊക്കെ. ഇതിപ്പോ ഹോസ്പിറ്റലിലോട്ട് ആൾക്കാർ വിളിക്കാനും തുടങ്ങി. ജാസി മണിനാഥം മുറിച്ചു ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നാട്ടുകാർ വിളിച്ചും തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് അവസ്ഥ. ഇതൊന്നും പോരാഞ്ഞിട്ട് ടിക്ടോക്കിൽ വന്നിട്ട് തള്ളോട് തള്ളു ഇമാര് തള്ളി അങ്ങോട്ട് തുടങ്ങിയിരിക്കുകയാണ് ജാസി. എന്തായാലും ജാസിയുടെ തള്ളു തുടങ്ങും. കുയിലിന്റെ മണിനാഥം കേട്ടോ, കൊത്തറ കണ്ട കൊള്ളം പട്ടി പ്ലക്ക് കേട്ടു. വേറൊരുത്തം കൂടെ ഉണ്ട്, ഒരു ആശി. ഇവൻ എന്നാ വാഴയുടെ പണി വെച്ചിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇവൻ എന്തിനാ കണ്ണ് കിട്ടാതെ തൂക്കിയിട്ടുണ്ട് നടക്കണേ. ഇവ ജാസി കളിയാൻ പറയുന്നത് പോലെ എല്ലാ ഈ ആശി കളിയും കേൾക്കും. ചുമ്മാ ഒരു ഡമ്മി കണക്കിന് ഇങ്ങനെ കൂടെ നടക്കുവാണ്. നിന്നെ ബലമായിട്ട് പിടിച്ചിരുത്തി നിന്റെ ഉമ്മാനെ പോലും കാണിക്കാണ്ട് ജാസി കാട്ടിക്കൂട്ടിയ ഉടായ്പകളെല്ലാം നമ്മൾ അറിഞ്ഞ കേസുകളാണ്, നമുക്ക് അറിയാവുന്ന കേസുമാണ്. ഇപ്പൊ അതൊന്നും പോരാഞ്ഞിട്ട് വീണ്ടും ഓരോ കുന്തളിപ്പ് പരിപാടികളുടെ കാണിക്കുന്നത് കാണുമ്പോൾ 10 പറയാതിരിക്കാനും പറ്റുന്നില്ല. അതാണ് ഇതിനേക്കാളും വലിയ കഷ്ടം. ഇപ്പൊ ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു ലൈവ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയും കൊണ്ട് ടിക്ടോക്കിലോട്ട് എഴുന്നള്ളിയിരിക്കുകയാണ്. നമുക്ക് അതൊന്ന് കാണാതെ നമ്മൾ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമുക്കിതെല്ലാം കണ്ടു പെയ്യാൽ മതി. അല്ല നമ്മൾ ഇത്രയും അപരാധങ്ങൾ ഈ ഭൂമിയിൽ കടന്നിട്ട് ഇതൊന്നും കാണാതെ പോകുന്ന വലിയ ശരിയുള്ള കാര്യമാണ്. നമുക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ ഇതെല്ലാം ദൈവം സൃഷ്ടിച്ച് വെച്ചിട്ടുള്ളത്. എന്തായാലും ദൈവത്തിന് പോലും വേണ്ടാത്ത രീതിയിലുള്ള അപരാധങ്ങളാണ് കാണിക്കുന്നത്. ഊടായ്പകൾ കാണിച്ചുകൊണ്ട് ലൈം ലൈറ്റിൽ എന്തിനാ ജാസി അളിയാ നീ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത്? നീ ഒന്നേ ആണായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ പെണ്ണായിട്ട് ജീവിക്കുക. ഇത് രണ്ടും ഒരു മറ്റേടത്തെ പരിപാടിയിൽ നിൽക്കല്ലോ, വേറൊന്നും കൊണ്ടല്ല. ഞാൻ പൂർണ്ണമായിട്ട് സ്ത്രീ ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഇന്നാക്കട അമ്മച്ചിയുടെ മാവുങ്ങല്ലോ. ഈ അവസ്ഥയാണ്. സർജറി ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിനാഥ് അവിടെ ഉണ്ട്. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ അടിച്ചു കയറ്റി സിലിക്കോണും ക്ലിക്കോണും ഒക്കെ. അല്ലാണ്ട് ഒരു എന്തെങ്കിലും ഞാൻ പറഞ്ഞായിപ്പോ എന്റെ പൊന്നളിയ നാട്ടുകാരെ പറ്റിച്ച് മൂഞ്ചിച്ച് ഇങ്ങനത്തെ കോണ്ടന്റുകൾ ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടാ. എനിക്ക് ഇത്ര പറയണമെന്ന് തോന്നുന്നു. നിന്റെ ചീഞ്ഞ പരിപാടി കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് തന്നെ ചൊറിഞ്ഞു പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞതാ. ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സിനോട് ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞല്ലോ, ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ സർജറി അവിടെ ഇല്ല, അതുകൊണ്ട് ഞങ്ങളെ സ്റ്റാഫിനെ പറയുന്നുണ്ടല്ലോ പറഞ്ഞപ്പോൾ എന്നോട് എന്താ ഡോക്ടർ പറയുന്നറിയോ? ഡോക്ടർ പറഞ്ഞ അവിടെ കേട്ടെ, ഈ ജാസിയൊക്കെ കാരണം ഓരോ ഹോസ്പിറ്റലിനും ഒരു ചീത്തപ്പേരും ഉണ്ടാവുകയാണ്. ദയവ് ചെയ്തിട്ട് ഇതുപോലുള്ള ഉടായ്പകളൊന്നും ഹോസ്പിറ്റലിൽ പോലും കെറ്റില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തിനാ ഇപ്പൊ ഹോസ്പിറ്റലുകാരടുത്ത് വിളിച്ച് മറ്റേ ബൈജു എന്ന് പറയുന്ന ആ ബ്രോ സംസാരിച്ചപ്പം ഹോസ്പിറ്റലുകാരൊന്നും ഇവിടെ താഴത്തെ സർജറി ഇല്ല, മേളിലത്തെ മാത്രമേ ഉള്ളൂ. പക്ഷെ ജാസി വിടില്ല പെണ്ണെ കൊന്നാലും നിന്റെ പെട്ടി വീട്ടില്ല, ആ പരിപാടിയാണ് കേൾക്കാം. ഒരു സർജറിക്കും പുറത്തൊരാള് വിളിച്ചാല് ഇന്ന ആള് ഏത് സർജറി ചെയ്തെന്ന് പറഞ്ഞാലും അവിടെ സ്റ്റാഫുകൾ അത് പറയത്തില്ല. എന്റെ പൊന്നളെ, അത് ഓരോ ഹോസ്പിറ്റലിലും പറയില്ല. നീ എന്നാ ഗീരവത്താ പറയുന്നത്?
ഓരോ ഹോസ്പിറ്റലിലും ഇന്ന വ്യക്തിക്ക് എന്നെ സർജറി ചെയ്യാൻ പണി വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പറയത്തില്ല. ഓരോ ഹോസ്പിറ്റലുകാരും പറയത്തില്ല. പക്ഷേ ഇവിടെ ബൈജു എന്ന് പറയുന്ന വ്യക്തി വിളിച്ച സമയത്ത് വ്യക്തമായിട്ട് ഹോസ്പിറ്റലുകാർ പറയുന്നുണ്ട് ഡൗൺ സർജറി എന്ന് പറയുന്നൊരു കിടുതാപ്പ് അവിടെ ഇല്ല. അപ്പൊ നീ എവിടെയാണ് സർജറി ചെയ്തത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല എന്റെ പൊന്നളിയെ. നീ വാ തുറക്കുന്ന ഒന്നും തിന്നാനോ ഒന്ന് കള്ളം പറയാനോ ഉടായ്പ് വർത്താനം വിളിച്ച് പറയാൻ വേണ്ടി മാത്രം. നിന്റെ സർജറിയാണ് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ചർച്ച. നിനക്കറിയാം നെഗറ്റീവിലൂടെ നീ റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു ചീഞ്ഞ പരിപാടി രേണുസുതിയൊക്കെ കാണിച്ചതിന്റെ മറ്റൊരു വർഷം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതും നെഗറ്റീവിലൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ ഉണ്ടാക്കി. ഇപ്പം കിടന്ന് തെയ്യം കളിക്കുന്നത് അതുപോലെയാണ് നീയും കാണിക്കുന്നത്. ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് ഉടായ്പിലൂടെയും നെഗറ്റീവിലൂടെയും അല്ലെങ്കിൽ നാട്ടുകാരുടെ തെറി വിളിച്ചിട്ടായാലും കയറാം എന്ന് തെളിയിച്ച ഒരാളാണ് രേണു. അതേപോലെയാണ് അടുത്ത് കയറാൻ ശ്രമിക്കുന്നത് ജാസി. എന്തായാലും നീ മിക്കവാറും അടുത്ത് വരുന്ന 8ാം സീസണിൽ കാണും. അതിനുള്ള എല്ലാ കുന്തളിപ്പ് പരിപാടികളും നാടകങ്ങളും കോൺട്രവേഴ്സി നീ പുറത്ത് നല്ലോണം ഉണ്ടാക്കുന്നുണ്ട്. നീയൊക്കെ ഇത്രയും വൃത്തികെട്ട ചീപ്പ് ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് നിന്റെയൊക്കെ ഓഡിയൻസിനടക്കം പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ബിഗ് ബോസിന്റെ അകത്ത് പോയിട്ട് നീയൊക്കെ നന്മ വരാൻ അങ്ങോട്ട് കളിക്കാൻ തുടങ്ങി. അപ്പൊ ഈ പുറത്തുണ്ടായിരുന്ന നെഗറ്റീവ് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യും? അങ്ങ് പതുക്കെ അങ്ങ് മാറി കിട്ടും. അതിനു വേണ്ടിയിട്ടുള്ള നല്ല ഒന്നാം തരം ചീഞ്ഞ കളിയാണ് കേട്ടാ. പക്ഷെ ഞാനൊക്കെ ജീവിച്ചിരിക്കുമെങ്കിൽ നിന്റെയൊക്കെ ഉടായ്പകളെല്ലാം പൊളിച്ചടുക്കും. പിന്നെ വേറൊരു കേസ്, നിന്നെയൊക്കെ അത്ര പെർഫെക്റ്റ് ആയിട്ട് നല്ലോണം അങ്ങോട്ട് പോകണം നിനക്കൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കൊന്നിട്ട് പോകണം. അല്ലാത്ത പക്ഷം നിന്റെയൊക്കെ എല്ലാ ഉടായ്പകളും സകലമായ ഉടായ്പകളും ഞാൻ പൊളിച്ചെടുക്കും. ഉള്ള കാര്യം പറയാമല്ലോ. നിനക്ക് ഇത്രയും ചീപ്പാവല്ല കേട്ടാ. മനുഷ്യന്മാരെ ചീപ്പ് ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊരുമാതിരി തരം താഴ്ന്ന് പട്ടിത്തീട്ടത്തെക്കാൾ കേവലമായിട്ടുള്ള രീതിയിൽ തരം താഴ്ന്നു പോകുന്നു. അത് കാണുമ്പം എനിക്ക് അത് പറയണം തോന്നുന്നു. എന്തിനിങ്ങനെ നാട്ടുകാരെ പറ്റിച്ചും കൊണ്ട് നടക്കുന്നത്? അതിന് നീ വന്നിട്ട് 2 ക്ലാസ് എടുത്തു തന്നാലേ എന്റെ പൊന്നളിയെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എന്നാടാ പണി വെച്ചിരിക്കുക? ജാസികളെ ഞാൻ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതെല്ലാം മെഡിക്കൽ എത്തിക്സിന് ഇറക്കാത്ത ആരേതിന് പറഞ്ഞു നിന്റെ സർജറിയുടെ കേസ്? ആ ഹോസ്പിറ്റലിൽ ഇല്ലെന്നാണ് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത്. ആ ഹോസ്പിറ്റലിൽ ഡൗൺ സർജറി ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത്. അല്ലാതെ നിന്റെ സർജറിയിലെ മറ്റേ PDF എടുത്ത് അയച്ചു കൊടുത്തില്ല ബൈജു അണ്ണന്. കേട്ടാ ചേച്ചിയൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇതെന്താ അളിയേ? അത് മതി എന്റെ ജാസികളിയാ, അത് മതി. നീ ഒരു തേങ്ങയും പറയണ്ട. എന്തായാലും പറ, നീ പറയാൻ വന്നല്ലേ, പറ. എന്റെ പൊന്നളിയെ അത് കട്ട് ചെയ്തിട്ടാണ് അങ്ങനെ ഇട്ടത്. ഇതെന്തുപാടേ? വേണം ആർക്കും വേണേ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ മെഡിസിറ്റിയിൽ എടുത്ത് വെച്ച് വിളിച്ചു നോക്ക്. അല്ലാണ്ട് പിന്നെ ആ ഹോസ്പിറ്റലുകാർക്കും കൂടി നാണക്കേട് ഉണ്ടാക്കാനായിട്ട് ഓരോന്ന് അങ്ങോട്ട് കെട്ടി എഴുന്നള്ളി പൊക്കോളൂ. എന്തായാലും ഈ ഒരു വിഷയം ഇപ്പൊ പറയുന്നില്ലേ ഈ ജാസികളെ പറയുന്നത് എന്താ? അവിടെ വിളിച്ചത് ഉടായ്പ എന്നുള്ള രീതിയിൽ. എന്റെ പൊന്നളിയെ നീ ഡൗൺ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കും. ആ പ്രശ്നം തീരട്ടെ. നീ എന്തിനു വീണ്ടും വിട്ട് ഉടായ്പ കോൺട്രവേഴ്സി ഉടായ്പ ചർച്ച ഉണ്ടാക്കുന്ന? നീ ഡൗൺ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കുക. അതങ്ങ് തീരട്ടെ. ആ പ്രശ്നം അങ്ങ് തീരുമല്ലോ. ഒരു തേങ്ങ നീ ചെയ്തിട്ടില്ല, അതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ തന്നെ ഡൗൺ സർജറി ചെയ്ത ഒരാൾ കിടക്കുന്ന പോലെയാണോ നീ അന്ന് കിടന്നത്? നിന്റെ കിടപ്പ് വെച്ച് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അത് കണ്ടിട്ട് നമുക്ക് തിരിച്ച് ഇതിലോട്ട് ബാക്കി വരാം. എല്ലാവർക്കും എന്റെ സ്നേഹസലാം. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്റെ സർജറി കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, പരിഹസിച്ചിട്ടുണ്ടായിരുന്നു, കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല, ജാസി സ്ത്രീവേഷം കെട്ടി നടക്കുക ചെയ്യുള്ളൂ എന്നൊക്കെ. ഇതിനും വലിയ തെളിവ് എനിക്ക് പറയാനില്ല. ഞാൻ ഒരു സ്ത്രീയായി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓപ്പായി മാറി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. വാ തുറന്ന് പച്ച നുണ മാത്രം പറയും. എന്നിട്ട് ഞാൻ സ്ത്രീയായി മാറി ഒരുപാട് സന്തോഷമുണ്ടെന്ന്. ഒരു സ്ത്രീയായി മാറിക്കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പച്ചക്കല്ലും പറയിപ്പിക്കില്ല. ചൊറിഞ്ഞു പറഞ്ഞു സ്ത്രീയായി മാറിയെന്ന്. കോപ്പായി മാറി. എന്റെ പൊന്നളെ എനിക്ക് ചുമ്മാ സ്ത്രീകളെയും കൂടി അപമാനിക്കുന്ന രീതിയിൽ ഇമാര് തോന്നിയ മാസം മന്ത്രത്തിൽ വിളിച്ചു പറയാം. കുറെ ദിവസമായിട്ട് കിടന്ന് നിന്റെ കുന്തളിപ്പുകളും നിന്റെ ഉടായ്പകളും നീ വാരി വിളമ്പുന്നുണ്ട്. നിനക്കെന്നെ സ്വയം ഒരു ഉളുപ്പ് തോന്നല്ലേ? ഇത്രയും വൃത്തിയായിട്ട രീതിയിൽ തരംതാഴ്ത്ത് പോകില്ലേ? ഡെയിലി വന്നിരുന്ന് ഞാൻ സ്ത്രീയായി, ഞാൻ കോപ്പായെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്ന് കൊണാന്ന് വിടും. നീ സ്ത്രീയായി? നീ എവിടത്തെ സ്ത്രീയായി? ഇതാണോ സ്ത്രീ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. ഉട്ടായ്പിന്റെ ഉസ്താദ്. ഉട്ടായ്പ് കാണിക്കാനും ചെയ്യാനും വേണ്ടി മാത്രം നടക്കുന്ന ടീം. ഒരു ഘട്ടത്തിൽ ഏതോ ഒരു ഘട്ടത്തിൽ ആശയെ അവനെ പോലും സ്വന്തം ഉമ്മാനെ പോലും കാണിക്കാത്ത രീതിയിൽ അവന്റെ ഉമ്മായിൽ നിന്നും വരെ അകറ്റി എന്തൊക്കെയോ കുറെ കുന്തളിപ്പുകൾ കാണിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നീ ഒരിക്കൽ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്. ഒരു പെണ്ണിനെ കെട്ടിയിട്ട് അവസാനം നിനക്ക് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് നീ ആ ഒരു ട്രാക്ക് കളി കളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്നും പോരാഞ്ഞിട്ട് വേറൊരുത്തന്റെ ജീവിതവും കൂടി തുലച്ചു വെച്ചു ആശയുടെ. അവനാണെങ്കിൽ മൊണ്ണ. സത്യമുള്ള കാര്യം പറയാം, വാഴക്കണക്കിന് അമ്മാതിരി ഒരു വാഴക്കണക്കിന് എന്റെ പൊന്നളിയും നിന്റെയൊക്കെ പറയാൻ നടക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടെ എന്താണ് ഉദ്ദേശമെന്ന്. ഇപ്പൊ ഞാൻ മൊത്തം സ്ത്രീ ആയെന്ന്.
നിന്നെക്കാളും നന്നായിട്ട് ദിലീപ് മായാമോഹിനിയിൽ അഭിനയിച്ചു. സത്യം ഉള്ള കാര്യം പറയാം. ഇതിനേക്കാളും സൂപ്പറായിട്ട് അവൻ അഭിനയിച്ചു. അത് നടൻ, അത് വേറെ കാര്യം, അത് പൊട്ട്. പിന്നെ വേറെ ഏതോ പടത്തിൽ ഉണ്ണിമൂന്തനും അഭിനയിച്ചായിരുന്നു. പിന്നെ വേറെ ആരൊക്കെ ഇതുപോലെയൊക്കെ അഭിനയിച്ചു. ചാന്തുപെട്ടിലും ദിലീപ് അഭിനയിച്ചു. അതുകൊണ്ട് എന്റെ പൊന്നളെ നീ ഇത് തള്ളി മറിക്കാതെ. നിന്റെ വിചാരം നീ തന്നെയാണ് എല്ലാം സെറ്റാന്ന്. കോപ്പാണ് കോപ്പ്, അല്ലാണ്ട് എന്നാ പറയാന്. പിന്നെ സർജറിയുടെ കേസ്, നീ മറ്റേ ഡൗൺ സർജറി ചെയ്തില്ലെന്ന് ഹോസ്പിറ്റലുകാർ മറ്റേ ഫേക്ക് വോയിസ് ഉണ്ടാക്കിയോ അല്ലാണ്ട് നിന്റെ പറച്ചിൽ. എന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ട് വിവി ആ ബൈജു ബ്രോയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ജാസി പറയുന്നത്, ആ വീഡിയോയിൽ ജാസി പറയുന്ന ഒരു കാര്യമുണ്ട്. ആ വീഡിയോയുടെ പകുതി ഭാഗം മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ, അതിന്റെ കംപ്ലീറ്റ് വേർഷൻ കേട്ടിട്ടില്ല. അത് കൊച്ചിയിലുള്ള റെനോയ് മെഡിസിറ്റിയിൽ തന്നെയാണ് വിളിച്ചതെന്ന്. എന്താ? അല്ല, അത് കൊച്ചിയിലല്ല, മറ്റേ ചന്തകടയിലുള്ളത്. മറ്റേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കില്ലേ, വായി തോന്നിയതാണ് ഇവളുമാരൊക്കെ വിളിച്ച്. ഇവളല്ലേ ഇവൻ ഈ പൊന്നളിയൻ ജാസിയളിയ മണിനാഥം കേട്ടു. ഓ, എന്തൊക്കെ കാണണം ഈ കൊച്ചു ജീവിതത്തിൽ. ഉറപ്പ് എന്നൊക്കെയുള്ള രീതിയിലാണ് ജാസി വന്നിരുന്നത് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ അതിനകത്ത് പറയാനുള്ളത്? ആ വീഡിയോ ഞാൻ കണ്ടു. പിന്നെ ഏതൊരാൾക്ക് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയക്ക് ഇത്രയൊക്കെ വളർന്നു നിൽക്കുന്ന സമയത്ത് ഒരു നമ്പർ എവിടുത്തെയാണെന്ന് തപ്പി പിടിക്കാൻ വേണ്ടി നമുക്ക് വലിയ പണിയൊന്നുമില്ല. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് തന്നെയുണ്ട്, റെനോയ് മെഡിസിറ്റിയുടെ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് ഈ നമ്പറുണ്ട്. കൊച്ചിയിലെ നമ്പറിലോട്ടാണ് ഇത് പോകുന്നത്. അവിടെ വിളിച്ച സമയത്ത് ഈ പുള്ളിക്കാരി അല്ലെങ്കിൽ ഈ പുള്ളിക്കാരൻ അതുള്ളതാണ്. ഇടയ്ക്കിടെ എനിക്ക് വരാറുണ്ട് പുള്ളിക്കാരിയല്ല, കോപ്പാണ് പുള്ളിക്കാരൻ. അത് മതി, നാട്ടുകാരെ പറ്റിക്കുന്ന ഉടായ്പകളുമായിട്ട് ഇറങ്ങിക്കോളും. ഇവന്റെ പ്രൊഫൈലിൽ നിന്ന് തന്നെ ആ മെഡിസിറ്റിയുടെ പ്രൊഫൈല് എടുത്ത് അതിൽ നിന്ന് ഈ നമ്പറിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ വിളിച്ചിട്ടുള്ളത്. പിന്നെ അല്ലെങ്കിലും ഗൂഗിൾ മാപ്പിൽ പോയി സെർച്ച് ചെയ്താലും സംഭവം കിട്ടും. അതുകൊണ്ട് ഇതൊന്നും ആന കാര്യമൊന്നുമില്ല. പിന്നെ ഇങ്ങൾക്ക് വട്ടല്ലേ ആ ഫേക്ക് കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട്. ഇവന്റെ ഉടായ്പിനെ പൊളിച്ചടുക്കിയതാണ്, അല്ലാണ്ട് ഇവനെ വെച്ചിട്ട് ഫേക്ക് കണ്ടന്റ് ഉണ്ടാക്കിയതല്ല അങ്ങേര്. ഇവന്റെ സകലമാന ഉടായ്പകളെ അങ്ങേര് പൊളിച്ചടിക്കും. കൈ കൊടുത്ത് അണ്ണാക്കി കൊടുത്ത്, അത് തന്നെ പറയാൻ പറ്റും. ബോട്ടം സർജറി ബോട്ടല്ല, അതാണ് ബോട്ടം സർജറി നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. അതിന് വന്നിരുന്നെങ്കിൽ ഇവന്റെ സർജറിയും കോപ്പും എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും നേദിക്കാനില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്ന് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ഉടായ്പ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ലൈം ലൈറ്റിലും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഇമാതിരി പോക്കർത്തനങ്ങളെയും ഉടായ്പകളെയും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കാണിക്കുന്ന സകലമാന തൊട്ടിത്തനങ്ങളെയും അത് പൊളിച്ചെടുക്കും. അത് വച്ച് പൊറപ്പിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള അപരാധനങ്ങൾ കാണിച്ച് നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാൻ ഒരുത്തിയും ഞാൻ സമ്മതിക്കത്തില്ല. ാണ് അവിടെ ഒരിക്കലും ഒരു ഹോസ്പിറ്റലും പറയത്തില്ല അതിന്റെ പകുതി ഭാഗം മാത്രമേ ഇട്ടിട്ടുള്ളൂ, എവിടാണ് നിങ്ങൾ വിളിച്ചതെന്ന് പ്രോപ്പറായിട്ട് കാണിക്കുന്നില്ല എന്നൊക്കെ വന്നിരുന്ന ഡയലോഗ് പറയുവാണ്. ഇങ്ങനെ വന്നിരുന്ന് പബ്ലിക്കിന്റെ മുന്നിൽ നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി ശരിയുള്ള ഒരു ഏർപ്പാടാണോ? തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്. പിന്നെയും കള്ളത്തരം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ നെഗറ്റീവ് ഇമേജ് വീണ്ടും ഇങ്ങനെ കൂട്ടി വരികയാണ് പുള്ളിക്കാരൻ. അത് പൊളിച്ചെടുക്കേണ്ട സംഭവങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇനിയിപ്പോ ഇന്ന് നാളെയൊക്കെ ആയിട്ട് അതിന്റെ സംഭവങ്ങൾ നമ്മൾ പുറത്തു വിടും. അതങ്ങ് പുറത്തു വിട്ട് കൊടുത്താൽ മതി, അപ്പൊ ആ പ്രശ്നം അങ്ങ് തീരും. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് അവരെല്ലാ കള്ളത്തരങ്ങളും കാണിച്ചു. പറഞ്ഞ് ഗർഭമുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവരുടെ നടത്തം കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്റെ പൊന്നളിയ ഗർഭം മറ്റേടത്തെ ഗർഭമായി പോയാ ഒരുമാതിരി. മറ്റേ ഇതില് പറക്കുന്നളിയില് ഗർഭ, ഇഡ്ഡലി ഗർഭ, വട്ട ഗർഭ, അന്തമാതിരി ഒരു ഗർഭ. അല്ലാണ്ട് ഇവന്റെയൊക്കെ എന്നാ ഗർഭമായിരിക്കുന്നു. മറ്റേടത്തെ പരിപാടികളും കാണിച്ചിട്ട് ഗർഭം പോലെ നാട്ടുകാരെ മൊത്തം പറ്റിച്ച്. എന്ത് മനുഷ്യന്മാരാടാ ഇതൊക്കെ. മറ്റേ ഞാൻ സുന്നത്ത് ഞാൻ പോയതായിരിക്കും മിക്കവാറും. അല്ല, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് കേട്ടോ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് ശേഷം എനിക്ക് കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ എന്നെ പേഴ്സണലി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇത് കണക്ക് റെനോയ് മെഡിസിറ്റിയിൽ ബോട്ടം സർജറി ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന വ്യക്തി ബ്രസ്റ്റ് സർജറി ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുക്കണം. ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ബ്രസ്റ്റിന് വലിപ്പം വെക്കത്തുള്ളൂ, എങ്കിൽ മാത്രമേ സിലിക്കോൺ സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പം ഈ കാര്യം വളരെ വ്യക്തമായിട്ട്, അതായത് പിന്നെയും വന്നിരുന്ന് കള്ളത്തരമാണ് പറയണത്. എന്തിനാ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ ഇറക്കുന്നത്? ഓക്കെ, ആ ഫുൾ വേർഷൻ അങ്ങ് പുറത്തുവിട്ട് കേൾപ്പിച്ചു കൊടുത്താൽ മതി. എന്തായാലും നമുക്ക് ഈ സംഭവങ്ങള് സത്യാവസ്ഥ ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇനിയും കൊണ്ടുവരണം. ഇനിയും കള്ളത്തരം പറഞ്ഞിട്ട്
ആൾക്കാരെ പറ്റിക്കുന്ന നിലയിലേക്കുള്ള അവന്റെ പരിപാടി നിർത്തിക്കൊടുക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, അതത്രേ ഉള്ളൂ. ഈ ഊടായ്പകൾ കാണിക്കുന്ന സകലമാന സാമാനങ്ങളെയും വലിച്ചു കയറിയും ഒട്ടിക്കണം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷ സമാധാനമുണ്ട്. ഞാൻ അതിൽ ഹാപ്പിയാണ്. ഇത്ര എനിക്ക് പറയാനുള്ളത്. ജസി, എന്റെ പൊന്നെ ജസലിയ, നീ ഒരു കലാപ്രതിഭ തന്നെടാ, കലാപ്രതിഭൻ. അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതവിടെ അപ്പൊ അവര് ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് അവര് വേറൊരാളുടെ അവരെ ഒപ്പമുള്ള ഏതെങ്കിലും ആൾ ഞാൻ ചില സമയം ആലോചിക്കും, ഏതെങ്കിലും ഇടിമിന്നൽ എവിടെ കൂടിയൊക്കെ ചുമ്മാ ആവശ്യമില്ലാതെ പലയിടത്തും എഴുതി പോകുന്നുണ്ട്. വിളിക്കുന്നത്. ഹലോ, അതെ, ഹലോ റെന മെഡിസിറ്റി ആണ്, പറഞ്ഞോളൂ. പിന്നെ അവിടെ ജാസി എന്നൊരു വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നു സർജറി. അത് എന്ത് സർജറിയാണ്? എന്റെ പൊന്നു മക്കൾ, എന്റെ പൊന്നളെ നീ ജയിച്ചു പോടേ. പിന്നെ അല്ലാണ്ട് എന്നാ പറയാനാ? നീ ചാരി നാട്ടുകാരെ മുഞ്ചിച്ച് നാട്ടുകാരെ പറ്റിച്ചും കൊണ്ട് ഗുണവധി കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കൊണാന്ന് വെട്ടണം. കലിപ്പ് കയറണം, എനിക്ക് പെരുത്ത് കയറണം ഉട്ടായ്പകൾ കാണുമ്പോൾ. വീണ്ടും വന്നിട്ട് ന്യായീകരിച്ച് മരിക്കണം. നിന്റെ മറ്റേ അടുത്ത സർജറി കുറെ ദിവസമായി വന്ന് കിടന്ന് കണകുണാന്ന് വെട്ടണം. ഇതെന്നാ നീ മാത്രമേ ഈ ലോകത്തുള്ളൂ ട്രാൻസ്ജെൻഡർ ആയിട്ടും? അല്ലെങ്കിൽ ഞാൻ എൻ്റെ വായിൽ വരുന്ന വാക്കുകൾക്ക് അൺലിമിറ്റഡാ. നിങ്ങൾ ചിന്തിക്കുക, കുറച്ച് കോമൺ സെൻസ് ആയിട്ട് ചിന്തിക്കുക. അങ്ങനെ എനിക്ക് അത് തന്നെ നിന്റെ അടുത്ത് പറയാനുള്ള. എന്റെ പൊന്നളിയെ, നീ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കും. നീ മറ്റേ തലയ്ക്കകത്ത് തീട്ടം വെച്ച് ചിന്തിക്കാതിരി. എന്തു പറഞ്ഞാലും മറ്റേ ചാച്ചാച്ചി നീ ആരിവിടുത്തെ നാട്ടുകാരെ പറ്റിച്ച് നാട്ടുകാരുടെ മുന്നിൽ ഉടായ്പ കണ്ടന്റുകളും ക്രിയേറ്റ് ചെയ്ത് ഓടിക്കൊണ്ട് നടക്കണം. നീയൊക്കെ എവിടത്തെ മറ്റോ അഞ്ചന പറയത്തില്ല. അത് റെനയാന്നില്ല, ഒരു ഹോസ്പിറ്റലിലും പറയത്തില്ല. പിന്നെ നമുക്ക് അറിഞ്ഞൂടാ, നമ്മൾ മറ്റേ ഗീരകത്ത് പറിക്കാനല്ലേ പോകുന്നത്. നമുക്ക് അറിഞ്ഞൂടാ ഇതുപോലത്തെ കാര്യങ്ങൾ ഒരു ഹോസ്പിറ്റലിലും പറയത്തില്ലെന്ന്. നിന്റെ മറ്റേ ഗീരകത്ത് ഉണ്ടോന്നല്ല, ആ ഹോസ്പിറ്റലില് ബോട്ടം സർജറി ഉണ്ടോന്നാണ് ബൈജു എന്ന് പറയുന്ന ആ വ്യക്തി ചോദിച്ചത്. അവിടെ ഇല്ലെന്ന് അവിടെ പറയുന്നുണ്ട് വ്യക്തമായിട്ട്. അതും ജാതിയുടെ കേസ് പറയുമ്പോൾ എടുത്ത് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങോട്ട് പറഞ്ഞു, ദൈവമേ നമ്മുടെ നെഞ്ചത്താണല്ലോ പൊക്കാല എന്നുള്ള രീതിയിൽ ആ ഹോസ്പിറ്റലിലും കൂടി നാണക്കേടുണ്ടാക്കാനായിട്ട് ഓരോന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് അങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നു. വല്ലാത്ത അവസ്ഥ. അത് നമ്മൾ ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാർ പോയാൽ പോലും ചെറിയ പറയുന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. നിനക്ക് എന്നാ ഗീരവിത്തറിയാം, അത് വിട്. പിന്നെ ഞാൻ ഒരു കേസ് പറയാം. ഈ ജാസിയെ പോലുള്ള സാധനങ്ങൾ കാരണമാണ് LGTBകൾക്ക് മൊത്തം അപമാനമായി മാറുന്നത്. സത്യം, നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് തന്നെ LGBTQ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലുള്ള ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ, ലെസ്ബിയൻ ആയിക്കോട്ടെ, ഗേ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഏവരായിക്കോട്ടെ, ഇതിനെല്ലാം അപമാനമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിന്നെന്താ കൊടിയും പിടിച്ചിറങ്ങിയിരിക്കുകയാണ് ദ ഹെഡ് ഓഫ് LGTBകളെ എന്ന് പറഞ്ഞുകൊണ്ട് ജാസി. വല്ലാത്ത അവസ്ഥ. ഞാനിപ്പോഴും പറയും, നിങ്ങളെ പോലുള്ള ആരെയും ഞാൻ സപ്പോർട്ട് ചെയ്തില്ല, ഇനി ജമ്മത്തിന് സപ്പോർട്ട് ചെയ്തില്ല. നിങ്ങൾ വേണമെങ്കിൽ മര്യാദയ്ക്ക് എവിടെയെങ്കിലും ഒതുങ്ങി കൂടിയെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിച്ചു പോക്കുക. പക്ഷെ നിങ്ങൾക്ക് ഇനി പുരോഗമനം വേണമെന്ന്, നിങ്ങളെ അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് മടിയിലെടുത്ത് വെച്ച് കൊഞ്ചണമെന്ന് ഞാൻ പറയത്തില്ല. പിന്നെ ഇമാതിരി കാട്ടപരാധങ്ങൾ കാണിക്കുന്നതിനൊക്കെ എന്നാ പറയണമെന്ന്. അമേരിക്ക എന്തുകൊണ്ടും നല്ലൊരു തീരുമാനമാണ് എടുത്തത്. അതുപോലത്തെ ഒരു തീരുമാനം നമ്മുടെ രാജ്യത്ത് എടുക്കട്ടെ ഉടനെ തന്നെ. ഇതിനെല്ലാം തുരത്തണം. ഇവിടെ ആണ് പെണ്ണ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഇതിനൊക്കെ അവസരം കൊടുക്കുമ്പോൾ മറ്റേ അവിടെ കയറി ആശാന്റെ നെഞ്ചത്ത് കയറി കളരിയും കളിച്ച് അവിടെ തൂറി മെഴുകി വെച്ചിട്ട് പോകുന്ന കാര്യങ്ങളാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. റോങ് അല്ലത് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഒരാളെ വിളിച്ചിട്ട് അപ്പൊ ഒരു പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ വെർജിൻ ആണോ? അല്ലെങ്കിൽ നീ എന്നാ കീരവത്ത പറയുന്നത്? നീ എന്ത് ഉദാഹരണമാണ് ഇവിടെ വയ്ക്കുന്നത്? ഒരു പെൺകുട്ടിയുടെ കാര്യം നീ എന്തിനാണ് വലിച്ചിടുന്നത്? നീ ആണാണോ പെണ്ണാണോ? ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കാതെ. ഞാൻ പൂർണ്ണമായിട്ട് സ്ത്രീയായി മാറി. എവിടെ മാറി? സ്ത്രീയായ അതിന് അതിൻ്റെതായ രീതികളും കാര്യങ്ങളും ഉണ്ട്. നിനക്ക് പ്രസവ വേദന എന്തെന്നറിയാമോ? പീരീഡ്സിന്റെ വേദന അറിയാമോ? നിനക്ക് എന്തെങ്കിലും ഗീരവത്ത് അറിയാമോ? കുറച്ച് പെയിന്റും വാരി അടിച്ച് മുടിയും വളർത്തി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പെണ്ണാവത്തില്ല. മനസ്സിലായ? ബോട്ടം സർജറി ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരെടുത്ത് പോയിട്ട് ആദ്യം ഒന്ന് തിരക്ക് ഇതിന്റെ അനുഭവം എങ്ങനെയാണെന്ന്. വന്നിരുന്ന് ഞാൻ പെണ്ണാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഉഡായ്പകളും കാണിച്ച് നാട്ടുകാരുടെ കണ്ണി പൊടിയിട്ടിട്ട് കഞ്ഞി പരിപാടിയും കാണിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഞാൻ പെണ്ണാണ് പോലും. എവിടാത്ത പെണ്ണ നീ? യാത് സ്ത്രീയുടെ വെർജിനിറ്റിയെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു നീ. നിനക്ക് എന്ത് യോഗ്യതാടാ സ്ത്രീയുടെ വെർജിനിറ്റിയെ ചോദ്യം ചെയ്യാൻ? നിനക്ക് ഉളുപ്പുണ്ടാ? നിനക്ക് ഉളുപ്പുണ്ടാ? അതിന്റെ അർത്ഥം നിനക്ക് എന്താണെന്ന് അറിയാവോ? സ്ത്രീയുടെ വെർജിനിറ്റിയെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു നീ. നീ ട്രാൻസാ? എന്റെ പൊന്നളിയാ, നീ നാടകം ഇറക്ക്. മതി ഒരു മയത്തില്. അയ്യാ പക്കി കാണിച്ചാ മറ്റേ കാണാൻ പറ്റിയ ചാവാന ഞാനൊന്നും പറഞ്ഞ. നീയാണ് ഇവിടെ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നത്.
ഇവിടെ നീയാണ് ഇവിടെ ഓരോന്നും ഇല്ലാത്തത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ടുകൊടുത്ത് ഉടായ്പകളും കാണിച്ച് നീ ആദ്യം ഗർഭത്തിന്റെ സാധനം കൊണ്ടിറങ്ങി നാട്ടുകാരെ മൊത്തം പറ്റിച്ച് എന്നിട്ട് ഇപ്പം നിന്റെ സാമാനം കട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പരിപാടിക്ക് നീ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ വെറും ഉടായ്പകളാണ്. നിന്റെയൊക്കെ പല ഉടായ്പകളും പൊളിച്ചെടുക്കണം. നീയൊക്കെ ഇനി ട്രാൻസ്ജെൻഡർ ആണ് LGBT ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് ഒരു കോപ്രായം കാണിക്കണ്ട. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നീയൊക്കെ കാരണം ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്തിരുന്നു അവരും ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നിലപാട് പോലും ഞാൻ മാറ്റി. നിനക്കൊക്കെ ചെറിയൊരു തലചായ്ക്കാൻ ഇടം തരുമ്പോൾ നീയൊക്കെ അവിടെ തൂറി മെഴുകി നാറ്റിക്കുന്ന ടീമുകളായി മാറുകയാണ്. എല്ലാവരുമല്ല, പക്ഷെ നിന്നെയൊക്കെ പോലുള്ളത് കാരണം നിങ്ങളുടെ കമ്മ്യൂണിറ്റി മൊത്തം ബാധിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ പോലെയുള്ളതിനെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ പുറത്താക്കണം. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഞാൻ അറിയാൻ ചോദിക്കുകയാണ് കേട്ടോ, ഒരു ട്രാൻസിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെ സർജറികളാണ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? നീ ഗീരവത്തും ആവിയിൽ പാവയ്ക്ക വിഴുക്ക് പുരട്ടിയതും കൂടി മുക്കി തിന്നെന്ന് പറ. മനസ്സിലായോ? എടാ നിന്റെ സർജറി ചെയ്തോന്നോ നീ എന്ത് ഗീരവത്ത് ഉണ്ടാക്കിയോന്ന് ഇവിടെ ആർക്കും അറിയേണ്ട കാര്യമില്ല. പക്ഷെ നീ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ പൂർണ്ണമായിട്ട് സ്ത്രീയായി മാറി, അതാണ് അന്നയാണ് മേടയാണ് തോങ്ങയാണ് തൊലിയാണെന്ന് പറഞ്ഞോണ്ട് വരും. അപ്പൊ പൂർണ്ണമായിട്ട് സ്ത്രീയായി മാറണമെങ്കിൽ നിനക്ക് ടോപ്പും ബോട്ടവും സർജറി കഴിയണം. സ്ത്രീകളുടെ ശരീരഭാഗങ്ങളാവണം. ഇതെന്തെങ്കിലും ആയിട്ടുണ്ടോ? ഇതെന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആ സ്ഥിതിക്ക് നീ എവിടത്തെ സ്ത്രീയായി? കുന്നംകുളത്തെ സ്ത്രീയായാ നീ? കുന്നംകുളം സ്ഥലം മോശമൊന്നല്ല കേട്ടാ ഞാൻ പറഞ്ഞത്. നീ എവിടത്തെ സ്ത്രീയായി? ഒരു കോപ്പിലെ സ്ത്രീ നീ ആയിട്ടില്ല. നാട്ടുകാരെ പറ്റിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അല്ലാണ്ട് നിന്റെ സർജറി എന്താണെന്ന് ഇവിടെ ആർക്കും അറിയേണ്ട കാര്യമില്ല. ഇവിടെ എത്ര ട്രാൻസ്ജെൻഡേഴ്സ് ഇവിടെ സർജറി കഴിഞ്ഞ് സ്ത്രീ ആയി മാറിയിരിക്കുന്നു. പാർട്സ് അടക്കം മാറ്റിയിട്ട് ബോട്ടമും ടോപ്പും സർജറി ചെയ്ത് അവർ സ്ത്രീയായി മാറിയവരുണ്ട്. അവരൊന്നും ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നില്ലല്ലോ. നീ ഇത്രയും വലിയ കോൺട്രവേഴ്സി ആവുന്നുണ്ടെങ്കിൽ നീ കളിക്കുന്ന ഈ നാറിയ കളി, അതിന്റെ അപ്പുറം ഒന്നുമില്ല ജാസി, ഒന്നുമില്ല. എന്റെ പൊന്നളിയ, നീയിപ്പോ എന്ത് കീരത്തുണ്ടാക്കിയെന്ന് പറഞ്ഞാലും നീ സ്ത്രീയല്ല. മനസ്സിലായ? ഇവിടെ സ്ത്രീ ആയിട്ട് നീ കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കുറെ കുന്തളിപ്പുകളുണ്ട്. അവർ പൊട്ടം മറ്റേ ആശയെ പിടിച്ച് അടുത്ത് നിർത്തിയിരിക്കണ പോലെ മൊണ്ണത്തനം കൊണ്ട് നമ്മളടുത്ത് വരല്ലേ. നമ്മൾ കിഴങ്ങന്മാരല്ലേ കേട്ടോണ്ടിരിക്കണമാര്. അയ്യോ ബക്കീറ്റ് കാണിച്ചു കഴിഞ്ഞാൽ കാണാം. ചെയ്തിട്ടില്ല, ഞാൻ ബ്രസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ബ്രസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഡൗൺ ആണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പൊക്കിയിട്ട് കാണിച്ചു കൊടുത്താലാണ് ആൾക്കാർക്ക് വിശ്വാസം. അങ്ങനെ നിന്റെ കാണണ്ട, സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിയിട്ട് നീ ഇത്രയും ഉടായ്പകൾ കാണിച്ചല്ലോ നാട്ടുകാരുടെ മുന്നിൽ. ധൈര്യം ഉണ്ടെങ്കിൽ നീ ബോട്ടം സർജറി ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നീ എടുത്ത് കാണിയിട്ടാണ്ട് സർട്ടിഫിക്കറ്റ് വെല്ലുവിളിക്കണം നിന്നെ. അത്രയ്ക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ, അത്രയ്ക്ക് നീ ഭയങ്കര മറ്റേ അടുത്ത സംഭവമാണെങ്കിൽ ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടെ എടുത്ത് കാണിച്ച് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കും നീ ബോട്ടം സർജറി ചെയ്യണം. കേട്ടാ? ടോപ്പ് വരെ ഇപ്പൊ ചെയ്തൊന്ന് ഡൗട്ടാണ്. ഇനി കമന്റ് ബോക്സിൽ വന്ന പോലെ അപ്പൻഡിക്സിന്റെ സർജറി വല്ലതും ചെയ്യാൻ പെയ്യണ്ട. ദൈവത്തിന് അറിയാം. എടാ എന്റെ പൊന്നളയെ നീ എനിക്ക് പോയി ഇങ്ങനെ വന്ന് തള്ളാതെ. നിന്റെ ഒരു ചരിചരി നീ മാത്രമേ ഈ ലോകത്തുള്ളൂ ടാൻഡറായിട്ട്. വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പാർട്ട്ണറിനാണ്, പാർട്ട്ണർ നമ്മളെ കൂടെ ഉണ്ട്, നമ്മുടെ പാർട്ട്ണർ ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാണ്, നമ്മുടെ ചുറ്റുപാടുള്ള ഫ്രണ്ട്സുകൾ ഹാപ്പിയാണ്. അവർ നമ്മൾ ചേർത്ത് നാട്ടുകാരെ കാര്യത്തിൽ നമ്മൾ നാട്ടുകാർ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എന്ത് ചെയ്താലും എന്ത് നല്ലത് പറഞ്ഞാലും നമ്മള് നാട്ടുകാര് അപരാധികളാണെന്ന് ചില നാട്ടുകാരിൽ ഉണ്ട്. പക്ഷെ നീ ഇവിടെ കാണിച്ചിട്ട് മൊത്തം ഉടായ്പാണ്. മനസ്സിലായ? അത് നീ തിരുത്തി പറയണം. നിന്റെ ഉടായ്പകൾ അല്ലെങ്കിൽ പൊളിച്ചടുക്കും. നീ അങ്ങനെ ഇനിയിപ്പോ നാട്ടുകാരെ പറ്റിച്ച് മൂഞ്ചിച്ചും കൊണ്ട് ഇവിടെ ലൈം ലൈറ്റിൽ ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടാ. ജാസിയാലും ഏത് കൂശിയാലും അതിന് ഏറ്റവും നെഗറ്റീവ് കാര്യങ്ങളാണ് അവരത് എടുക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്തിനാ അത് പറയേണ്ട ആവശ്യമുള്ളത്? ഇപ്പൊ എന്നോട് ഒരാൾ ചോദിക്കാൻ ജാസ്മി ഏത് സർജറി ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പറയേണ്ട ആവശ്യം എന്താ ഉള്ളത്? തിരിച്ച് ഞാൻ ആ കുട്ടിയോട് ചോദിക്കാൻ. നീ പിന്നെ എന്നാ ഗീരവത്തിനോ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരണം. നീ എന്ത് സർജറി, എന്ത് ഗീരവത്തോ, എന്ത് അവിയൽ വിഴുകിയ തിന്ന് നമുക്കൊരു തേങ്ങയും ഇല്ല. പക്ഷെ ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് ചർച്ചാ വിഷയമാക്കുന്നത് എന്തിനാണ്? റീച്ചിന്, ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട്. കയറ്റാം കേട്ടാ, കയറിക്കോ. നീ കയറിയിട്ട് തിരിച്ചിറങ്ങി ഇതിന്റെ 10 വലിച്ചേറി ഒട്ടിച്ചു വിടും. കാരണം നീ കാണിച്ച ഉടായ്പടക്കം വീണ്ടും ഞാൻ കുത്തിപ്പൊക്കി അടിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ കുറെ ഉടായ്പ കാണിച്ച് പൊക്കിയിട്ട് അതിൻ്റെ അകത്ത് പോയി കയറും. എന്നിട്ട് അവിടെ നന്മമരമായിട്ട് ഇറങ്ങാനുള്ള പ്ലാനാണ്. അതെനിക്ക് മനസ്സിലായി. നിന്റെ ഉടായ്പകൾ ഒന്നും വിട്ടുതരാൻ പോണില്ല. എടാ നീ ഇവിടെ എന്റെ പൊന്നളെ സ്ത്രീകളെ ഒരുമാതിരി എടുത്തിടല്ലേ. നിന്റെ കൊണച്ച മറ്റേ പരിപാടിക്ക് സ്ത്രീകളെ വലിച്ചിൻ്റെ അകത്ത് ഇടല്ലേ. മാന്യമര്യാദയ്ക്കും ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. മനസ്സിലായ? നിന്നെയൊക്കെ പോലെ ആണോ പെണ്ണാണോ എന്ന് പോലും ഒരു ഇതില്ലാതെ ഞാൻ പെണ്ണാണ്, ഞാൻ പൂർണ്ണമായിട്ട് സ്ത്രീയായി മാറി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന നിന്നെയൊക്കെ പോലുള്ള സ്ത്രീകളുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കില്ലേ. മനസ്സിലായ? മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. നിന്നെയൊക്കെ ഈ 10 എനിക്ക് പറഞ്ഞില്ല എനിക്ക് സമ്മാനം കിട്ടില്ല. നീ എന്താന്ന് വെച്ചാൽ ചെയ് കേട്ടാ.
ജാസിനോട് നിങ്ങൾ എന്തൊക്കെ സർജറികൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാല് ഇതിന്റെ പൊന്നാളി കാണിച്ചു പോ സ്ത്രീകളായിട്ട് ആകുമ്പോ പച്ചത്തെറി വരണ്ടേ വായിക്കാത്ത പച്ചത്തെറി പറഞ്ഞു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് വളരെ പേഴ്സണൽ കാര്യല്ലേ അല്ലേ? പേഴ്സണൽ കാര്യമാണെങ്കിൽ നീ നിന്റെ അടുത്ത് വെച്ചോണ്ടിരിക്കണം. നാട്ടുകാരുടെ മുന്നിലല്ല കൊണ്ടിടേണ്ടത് നിന്റെ പേഴ്സണൽ കാര്യം. നാട്ടുകാരെ പറ്റിക്കുന്ന രീതിയിൽ ഞാൻ മറ്റേ സർജറി ചെയ്ത് മറിച്ച് സർജറി ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് നാട്ടുകാരെ പറ്റിച്ച് വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് നീ ശ്രമിക്കുന്ന നിന്റെ ഊട്ടായ്പ്. എന്നിട്ട് ഗുണവധികാരടിക്കാൻ വന്നിരിക്കണം. പിന്നെ ഞാൻ ചെയ്ത സർജറികള് ഞാൻ റെനയില് ആ സർജറി ഇല്ലാന്നെങ്കിൽ എനിക്ക് വേറെ ഹോസ്പിറ്റലുകളില്ലേ ചെയ്യാനായിട്ട്? ഒരുപാട് നീ എവിടെയെങ്കിലും പോയി എന്തേലും ഉണ്ടാക്കണേ. എനിക്ക് വയ്യ. നിന്റെ വീഡിയോ ചെയ്യുമ്പോഴെനിക്ക് പെരുത്ത് കയറും. കാലിയാണ് പറഞ്ഞു പാച്ച തെറി വിളിക്കാനാണ് തോന്നുന്നത്. നീ എന്തേലും എവിടെയെങ്കിലും പോയി ചെയ്തോല. നീ എന്തിനു ഇതൊക്കെ നാട്ടുകാരെ കാണിക്കുന്ന ഉടായ്പകളെ, പക്ക ഉടായ്പകൾ, ഫ്രോഡുകൾ, അല്ലാണ്ട് ഇതിനൊക്കെ എന്നാ പറയാനാ? ഹോസ്പിറ്റലുകളുണ്ട്. നീ നിർത്ത്. നിന്റെ ഗർഭിണി അവിടെ എത്തി. നീ ഇപ്പൊ പെറു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചല്ലോ. ഇതുവരെ പറ്റില്ലേ? ഇപ്പോഴും ചില ആൾക്കാർക്ക് വിളിച്ചു പറയാം ജാസി ഏത് സർജറി ചെയ്തത് അതങ്ങ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ എന്ന്. എന്തിന്റെ ആവശ്യം? എന്തിന്റെ ആവശ്യം? നീ ഒരു തേങ്ങയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ ഒരു തേങ്ങയും ചെയ്തിട്ടില്ല. ചെയ്താലല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്തിന്റെ ആവശ്യം? അത് പറഞ്ഞാൽ തീരാൻ പ്രശ്നം. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത പ്രശ്നം ഇങ്ങനെ ഓരോന്നൊക്കെ കുറ്റിയും പറിച്ചുണ്ട് വാരി കോപ്പുകൾ. ഞാൻ എന്ത് സർജറിയാണ് ചെയ്തതെന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. ഇനി അത് അറിയാനുള്ള ആൾക്കാർ എന്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്ക്. ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. നിന്റെ യൂട്യൂബ് ചാനൽ അവിടെ പോയി ഇനി റീച്ച് ഉണ്ടാക്കാനുള്ള പരിപാടി. ടിക്ടോക്കിൽ കിടന്ന് കൊണയടി, ഇപ്പുറത്തൊന്ന് കൊണയടി, നല്ല ഒന്നാം തരം കൊണയടികള്. എന്താണ് ഞാൻ ചെയ്തതെന്നുള്ള കേട്ടോ. അത് അത്രയും അറിയാൻ ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മതിയടെ. എനിക്ക് ഇത്ര കേട്ടപ്പോൾ തന്നെ എനിക്ക് പെരുത്ത് കയറണട്ടെ. ഇനി കേട്ട് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കൺട്രോൾ പൊട്ടി വല്ല തെറിയും വിളിച്ച് പറയും. ദൈവമേ, എത്രയോ ഇടിയും മിന്നലൊക്കെ വെറുതെ പോകണം. ഇതുപോലെയുള്ളതൊക്കെ വന്ന് ഇവിടെ കിടന്ന് ഉളത്തനങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരുമില്ല. മൊത്തം എക്സ്പോസ് ചെയ്യണം. എൻ്റെ പൊന്ന് ബൈജു ബ്രോ, എക്സ്പോസ് ചെയ്യും. കലി പറഞ്ഞ എനിക്ക് ക്ഷമത എൻ്റെ കൺട്രോൾ പോകണം. സത്യം ഉള്ള കാര്യം പറയാം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ. ക്ഷമ കെട്ടും. വയ്യ. ഇനി അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ദേഷ്യം വരും.